ഇന്ന് നമുക്ക് പനീർ റോസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ദാ പാനിൽ വെളിച്ചെണ്ണ ചൂടായി ഉള്ളി ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നാൽ വേഗം വഴന്ന് കിട്ടും. എന്താ നന്നായിട്ട് വഴന്നിട്ടുണ്ട് വലിയ ഉള്ളി. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ചതച്ചതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഗരം മസാലയാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ്. അതാണ് ഇങ്ങനെ തരിതരിയായിട്ട് കാണുന്നത്. ഗരം മസാല ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ ഗരം മസാല ഇട്ടാൽ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇനി കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് നേരത്തെ വലിയ ഉള്ളി ചേർത്തതാണ്, എന്നാലും കുറച്ചും കൂടെ ആവശ്യം വരും. ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പനീർ ഇട്ട് കൊടുക്കുക. പനീർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയും പനീറും എല്ലാം കൂടെ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പം അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം. അതാ അടിപൊളി പനീർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ